നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ 8.5 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം ജനപ്രിയ നടൻ ദിലീപിനെ വെറുതെ വിട്ട ഹൈക്കോടതി. സെഷൻസ് കോടതിയാണ് ജഡ്ജി ഹണിയം വർഗീസാണ് ഈ നിർണായക തീരുമാനം എടുത്തിയത്. ഗൂഢാലോചന തെളിഞ്ഞില്ല എന്ന് വ്യക്തമാവുകയാണ്. പ്രോസിക്യൂഷൻ അവിടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. ഇപ്പോഴിതാ കോടതിക്ക് മുന്നിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ച ഫാൻസ് അംഗങ്ങൾ, ഒപ്പം ലഡു വിതരണം ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുന്നു. എന്നാൽ ദിലീപിന്റെ ഗൂഢാലോചന ഈ വിഷയത്തിൽ എത്തിയിട്ടില്ല. ദിലീപ് കുറ്റവിമുക്തനാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ദിലീപിനെതിരെ തീർച്ചയായും കുറ്റം തെളിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില സംവിധായകർ പറഞ്ഞു, കാക്ക മലന്നു പറക്കണം, ദിലീപ് കുറ്റക്കാരനാകാൻ കാക്ക മലന്നു പറക്കണം എന്ന് കഴിഞ്ഞ ദിവസം ചില സംവിധായകർ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാക്ക മലന്നു പറക്കേണ്ടി വരും ദിലീപിനെ കുറ്റക്കാരനാക്കാൻ എന്നാണ് പറയുന്നത്. എന്തായാലും ഹണിയം വർഗീസാണ് ഇപ്പോൾ നിർണായക വിധി എത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ വിധി വന്നതിന് പിന്നാലെ തന്നെ ഒരു പക്ഷേ സുപ്രീം കോടതിയിലേക്ക് അതിജീവിത പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതാണ് ഇവിടെ 8ാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്നാലും നടി ആക്രമിച്ച കേസിൽ ദിലീപിന് ആശ്വാസം. ഗൂഢാലോചന കേസ് നിലനിൽക്കില്ല എന്ന കോടതി ഇതോടെ 8ാം പ്രതിയായ ദിലീപിനെ കേസിൽ നിന്നും കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. എന്നാൽ 1ാം പ്രതി പൾസർ സുനി അടക്കം കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മലയാള സിനിമാ രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വിധി പറഞ്ഞത്. വൻ ജനക്കൂട്ടമാണ് വിധി കേൾക്കാൻ എത്തിയത്. ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നതോടുകൂടി മലയാള സിനിമാ ലോകത്തെ അമ്പരപ്പ് മാറുകയാണ്. എന്തായാലും ഫാൻസുകളുടെ വലിയൊരു ആവേശം, ആഘോഷം ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. വിധിക്കെതിരെ അതിജീവിത അപ്പീൽ നൽകാൻ സാധ്യതയുണ്ട്. പ്രോസിക്യൂഷനെ തീർത്തും നിരാശരാക്കുന്നതാണ് വിധി. ആദ്യ 6 പ്രതികളും കുറ്റക്കാരാണ്. പെരുമ്പാവൂർ സ്വദേശി പൾസർ സുനി 1ാം പ്രതിയും നടനും നിർമ്മാതാവുമായ ദിലീപ് 8ാം പ്രതിയുമായിരുന്നു. എന്തായാലും ഈ 8ാം പ്രതിയാണ് ഇപ്പോൾ ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. 8ാം പ്രതിയും 7ാം പ്രതിയും ആശ്വാസത്തിലേക്കാണ്. 7, 8, 9, 10 ഈ 4 പ്രതികളാണ് ഇപ്പോൾ കുറ്റവിമുക്തർ ആക്കിയിരിക്കുന്നത്. ഒളിവിൽ സഹായിച്ചതിനൊന്നും തന്നെ തെളിവില്ല, ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് വ്യക്തമാകുന്നു. എന്തായാലും കൊരട്ടി സ്വദേശി മാർട്ടിൻ ആന്റണി, തമ്മനം സ്വദേശി മണികണ്ഠൻ, വിജീഷ് VP, ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ്, ഇരട്ടി സ്വദേശി ചാർലി തോമസ്, സനൽകുമാർ, ദിലീപിന്റെ സുഹൃത്തും ആലുവയിലെ വ്യവസായിയുമായ ജി ശരത്ത് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ. 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചെന്ന കുറ്റമാണ് 7ാം പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോക്കൽ, ഗൂഢാലോചന, പ്രതികളെ ഒളിപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ബലപ്രയോഗത്തിലൂടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തൽ എന്നീ കുറ്റകൃത്യങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. IPC 307RD പ്രകാരം കൂട്ടബലാത്സംഗത്തിന് 20 വർഷം കഠിന തടവ് മുതൽ ജീവപര്യന്തം തടവും പിഴയും ലഭിക്കാവുന്നതാണ്. പ്രതികൾക്കുമേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളൊക്കെ 2 വർഷം മുതൽ തടവ് ശിക്ഷ ലഭിക്കുന്നതായിരുന്നു. 2017 ഫെബ്രുവരി 17-നാണ് കേരളം കണ്ട ഞെട്ടിപ്പിക്കുന്ന ഈ നടി ആക്രമിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്ന നടിയെ അത്താണിക്ക് സമീപം കാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ദിലീപ് കുറ്റവിമുക്തരാകുന്നു. എന്തായാലും വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി എന്ന് വ്യക്തം. ദിലീപിനെതിരെ പാഞ്ഞ ദിലീപ് എന്ന വ്യക്തി വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുതൽ പാഞ്ഞെടുത്ത പോലീസ് സംഘം അല്ലെങ്കിൽ ഈ പറയുന്ന ചാനൽ സംഘത്തിനൊക്കെ തന്നെ നിരാശ വരുന്ന ഒരു വാർത്ത തന്നെയാണ്. പലരും വിചാരിച്ചിരുന്നു അദ്ദേഹം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു. ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രം പതിച്ച കേക്കൊക്കെ ഓൾറെഡി അപ്പോൾ തയ്യാറായിരുന്നു എന്ന് വേണം പറയാൻ. പ്രതീക്ഷിച്ചിരുന്നു, ദിലീപ് ഇക്കാര്യം പ്രതീക്ഷിച്ചിരുന്നു, ദിലീപിന്റെ സുഹൃത്തുക്കൾ ഇക്കാര്യം പ്രതീക്ഷിച്ചിരുന്നു, ദിലീപിന്റെ ഫാൻസ് അസോസിയേഷൻ ഇത് പ്രതീക്ഷിച്ചിരുന്നു. പത്മസരോവരത്തിലേക്ക് വരുന്ന ദിലീപിനെ പൂമാലയിട്ട് സ്വീകരിക്കാൻ കാവ്യ മാധവൻ തയ്യാറായിരിക്കുകയാണ്. ഒപ്പം അവിടുത്തെ നിരവധി ഫാൻസ് അസോസിയേഷൻ എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഈ വിധി വരുമ്പോൾ 11 മണിക്ക് തന്നെ കൃത്യം ഈ വിധി വന്നിരിക്കുന്നു. ഹണിയം വർഗീസ് എന്ന വളരെ പ്രധാനപ്പെട്ട ജഡ്ജി ഈ വിധി പറയുമ്പോൾ ദിലീപിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമുക്തനാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞു. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു 11 മണിക്ക് കേസ് ആരംഭിക്കുന്ന തൊട്ട് മുൻപ് തന്നെ വളരെ ഭയപ്പാടിലായിരുന്നു ദിലീപ് എന്ന് വേണം പറയാം. ടെൻഷന്റെ അങ്ങേ അറ്റം. ദിലീപിന് അറ്റാക്ക് വരാത്തത് ഭാഗ്യമെന്ന് പലരും പറഞ്ഞിരുന്നു. അത്തരത്തിലായിരുന്നു. കാരണം സ്വന്തം കാറ് പോലും മാറിക്കയറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പിന്നീട് കാറ് മാറിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ വന്ന സ്വന്തം കാറിലേക്ക് കയറി പോകുന്ന ദിലീപിനെ വരെ കാണാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ വളരെ ഭയപ്പാട് കൂടിയായിരുന്നു ദിലീപിനെ കണ്ടിരുന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കുറ്റവിമുക്തനായിരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കൂട്ടബലാത്സംഗം അടക്കമുള്ളവ തെളിഞ്ഞിരിക്കുന്നു എന്ന്
വ്യക്തമാകുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പൾസർ സുനി അടക്കമുള്ളവർ കൂട്ടബലാത്സംഗം നടത്തി എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അതിജീവിത സുപ്രീം കോടതിയിലേക്ക് പോകാനായി തീരുമാനമെടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾ തട്ടിക്കൊണ്ടുപോക്കൽ, ഗൂഢാലോചന, ബലാത്സംഗം, കൂട്ടബലാത്സംഗം എന്നീ കുറ്റമാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞിട്ടുമുണ്ട്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഗൂഢാലോചനയടക്കം തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലിയെയും 10ാം പ്രതിയായ ശരത്തിനെയും വെറുതെ വിട്ടിട്ടുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയും വർഗീസാണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണ് എന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയത് എന്നുമായിരുന്നു ദിലീപിന്റെ വാദം. രാജ്യം ഉറ്റുനോക്കുന്ന നടിയെ ആക്രമിച്ച കേസാണ് ഇപ്പോൾ അന്തിമ വിധി വന്നിരിക്കുന്നത്. കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കേസിൽ നിന്നും കൂറുമാറിയത്. 2017 ഫെബ്രുവരിയിൽ കാറിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞു. എന്തായാലും 2012 മുതൽ തന്നെ നടൻ ദിലീപ് തന്നോട് വിരോധമുണ്ടായിരുന്നു എന്നാണ് ആക്രമിക്കപ്പെട്ട നടി തന്നെ വിചാരണയ്ക്കിടെ കോടതിയെ അറിയിച്ചത്. 2012 മുതൽ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു. കാവ്യ മാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യർ പറഞ്ഞത് വിരോധത്തിന് കാരണമെന്നും നടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് ദിലീപ് പറഞ്ഞുവെന്നും മൊഴിയുണ്ട്. എന്തായാലും നിർണായകമായ വിധി വന്നിരിക്കുകയാണ്.